Hello dear students, welcome to Mathroad. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇന്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് 4/3 ക്യൂബ് റൂട്ട് x. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക. ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യുക എന്നാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നോക്കൂ, തന്നിരിക്കുന്നത് 4/3 ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 4/3 ക്യൂബ് റൂട്ട് ഓഫ് എക്സിന്റെ മീനിങ് എന്താണ്? എക്സിന്റെ പവർ 1/3 ആണെന്നാണ് ക്യൂബ് റൂട്ടിന്റെ മീനിങ്. ഓക്കെ, വെറും സിമ്പിൾ ആയിട്ട് ഒരു റൂട്ട് മാത്രമാണ് തന്നതെങ്കിൽ മീനിങ് എക്സിന്റെ പവർ 1/2 എന്നാണ്. ഇവിടെ ഒന്നും തന്നില്ല എങ്കിൽ മീനിങ് റൂട്ട് എക്സിന്റെ മീനിങ് x raised to 1/2. ഇവിടെ 3 ആണ് തന്നതെങ്കിൽ x raised to 1/3 എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഇന്റഗ്രൽ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് 4/3 x raised to 1/3 നമ്മൾ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പൊ നോക്കൂ, ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് വെക്കാം. നമുക്ക് 4/3 ഒരു നമ്പർ ആണ്, നമുക്ക് അതിനെ പുറത്തേക്ക് വെക്കാം. ഇന്റഗ്രൽ x raised to 1/3 dx. ഇനി നോക്കൂ, എക്സിന്റെ പവറിൽ ഒരു നമ്പർ വന്നാൽ, ഓക്കെ, എക്സിന്റെ പവറിൽ ഒരു നമ്പർ വന്നാൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിന്റെ പവർ ഒന്ന് കൂട്ടിയിട്ട് അതേ പവർ താഴെ എഴുതിയാൽ മതി. എന്ന് പറയുമ്പോൾ നമുക്ക് x raised to 1/3 ഇന്റഗ്രൽ എഴുതാൻ x raised to 1/3 എഴുതാൻ എപ്പോഴും 1 ആഡ് ചെയ്യാം. ഓക്കെ, പവറിലേക്ക് എപ്പോഴും 1 ആഡ് ചെയ്യാം. ഇതേ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1/3 പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആൻസറിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ, 4/3 ഇൻറ്റു നോക്കൂ x raised to 1/3 പ്ലസ് 1. നോക്കൂ, ഇത് നമ്മൾ 1/3 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 1ന് താഴെ 1 ഉണ്ട്. നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 1 പ്ലസ് 1 × 3 3 ഡിവൈഡഡ് ബൈ 3 × 1 3 എന്ന് പറയുമ്പോൾ നമുക്ക് 1 + 3 4 ആണ് ഡിവൈഡ് ബൈ 3. അപ്പൊ ഈ 1/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അത് 4/3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1/3 പ്ലസ് നമുക്ക് 4/3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കൂ, 1/3 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, 4/3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കൂ, 4/3 ഇൻറ്റു നോക്കൂ, ഇത് എക്സിന്റെ മേലെ x raised to 4/3 ഉണ്ട്, പിന്നെ അതിന്റെ താഴെ ഡിവൈഡഡ് ബൈ 4/3 ഉള്ളത്. ഈ ഡിവൈഡഡ് ബൈ 4/3 നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ ഉള്ള 4/3 നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു ഇട്ടിട്ട് 3/4 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ മീനിങ് ഡിനോമിനേറ്ററിലുള്ള ഈ ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു എന്നാക്കാം. അപ്പൊ നമ്മൾ ഡിവൈഡഡ് ബൈ ഉള്ളത് ഇൻറ്റു ആക്കുമ്പോൾ 4/3 ഉള്ളത് എന്താക്കുക, 3/4 ആക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുന്നതിന് വരെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് x raised to 4/3 അതേപോലെ എഴുതാം. നോക്കൂ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 4ഉം 4ഉം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഇവിടെ ഉള്ള 3ഉം 3ഉം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ ആരാ ഉള്ളത്, x raised to 4/3 ആണുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സീനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.